യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഗത്യന്തരമില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറ്റം ചെയ്തിട്ടല്ല രാജിയെന്നും നേതൃത്വമോ നേതാക്കളോ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. അടൂരിലെ വസതിയിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരണങ്ങൾക്കൊടുവിലാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചു. ആരോപണങ്ങൾ ഉന്നയിച്ചവരോട് തെളിവ് ഹാജരാക്കാനും പരാതി നൽകാനും രാഹുൽ ആവശ്യപ്പെട്ടു. യുവനടി പറഞ്ഞത് തന്നെക്കുറിച്ചല്ല എന്നാണ് രാഹുലിന്റെ ന്യായീകരണം. ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിലെത്തുമ്പോൾ കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല. ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നവും കാണിച്ചിട്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ ചോദിക്കുന്നത്, അത് കണ്ടിട്ട് അതൊരു ഫ്ലേർട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവർ എന്നെപ്പറ്റി മറ്റു തെളിവുണ്ടെങ്കിൽ പ്രശ്നം തീർന്നില്ലേ? ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു? വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, തുടക്കത്തിൽ ഈ രാജി എന്നൊക്കെയുള്ളത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണ് എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് സംസാരിച്ചു വരുമ്പോൾ ന്യായീകരിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ രാജി പ്രഖ്യാപനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നല്ലേ അരമണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതെ അനുജ, ധാർമ്മികതയുടെ പേരിൽ രാജി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിയമപരമായി പരാതിയുള്ള ആരെങ്കിലും കോടതിയിൽ പോയാൽ അതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും രാഹുൽ പറയുകയുണ്ടായി. പാർട്ടി നേതൃത്വമോ ആരും തന്നെ തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല, രാജി ചോദിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഈ പാർട്ടി പ്രവർത്തകർ തന്നെ ന്യായീകരിക്കേണ്ട, തൊഴിൽ ചെയ്യേണ്ടവരല്ല. തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ അവർക്ക് അത്തരമൊരു പണി കൂടി നൽകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് താൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ തനിക്കെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോഴും നിയമപരമായി തനിക്കൊരു പ്രശ്നവുമില്ല, നിയമപരമായി തനിക്കെതിരെ ഒരു പരാതി പോലുമില്ല. നിയമപരമായി ഉണ്ടെങ്കിൽ അതിന് നിയമപരമായി നേരിടുമെന്നാണ് രാഹുൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ അപ്പോൾ പോലും ഒരു പെൺകുട്ടി രാഹുൽ മോശമായി പെരുമാറിയെന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. ആ ആക്ഷേപത്തിന് പുറത്ത് കേരള പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ച നടക്കുന്നു. അങ്ങനെ പാർട്ടിയുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങി രാജി ചോദിച്ച് പാർട്ടി വാങ്ങുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് 1:30 രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വസതിയിൽ വെച്ച രാജി പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചെങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രതിഷേധം അടൂരിലെ രാഹുലിന്റെ വസതിക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ 30-ലധികം വരുന്ന പ്രവർത്തകരാണ് നിലവിൽ അടൂരിലെ രാഹുലിന്റെ വീടിന് മുന്നിൽ നിലവിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം മുമ്പ് DYFIയും മറ്റ് CPIയുടെ യുവജന സംഘടന ഉൾപ്പെടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരും. ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.